നമ്മൾ എന്തുകൊണ്ടാണ് സ്വപ്നം കാണുന്നത്? ചില സ്വപ്നങ്ങൾ എന്തുകൊണ്ട് നമ്മൾ മറന്നു പോകുന്നു? ഇന്ന് സ്വപ്നങ്ങളെക്കുറിച്ചുള്ള അത്ഭുതകരമായ സത്യങ്ങൾ അറിയാം. നിങ്ങളറിയാത്ത രഹസ്യങ്ങൾ. എല്ലാവരും സ്വപ്നം കാണുന്നുണ്ടല്ലേ? എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നുണ്ട്. അതൊരു ഫാക്റ്റാണ്. ഓരോ രാത്രിയും മിക്ക ആളുകളും നിരവധി സ്വപ്നങ്ങൾ കാണാറുണ്ട്. ഓർമ്മയിൽ നിൽക്കുന്നത് വളരെ കുറച്ചേ ഉണ്ടാകൂ. സത്യമല്ലേ? ഇതാണ് ഫസ്റ്റ് അമേസിംഗ് ഫാക്റ്റ്. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നുണ്ട്, പക്ഷെ ഓർമ്മയിൽ നിൽക്കുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ ഫാക്റ്റ്, മിക്ക സ്വപ്നങ്ങളും നാം മറന്നു പോകുന്നു. ഉണർന്നതിന് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ പല സ്വപ്നങ്ങളും ഓർമ്മയിൽ നിന്ന് മാഞ്ഞു പോകും. ഇത് സത്യം തന്നെയല്ലേ? നമ്മൾ ചിന്തിച്ചു വരുമ്പോഴേക്കും നമ്മൾ കണ്ട സ്വപ്നങ്ങളെല്ലാം തന്നെ നമ്മൾ മറന്നുപോകും. മൂന്നാമത്തെ ഫാക്റ്റ്, ആറിയം ഉറക്കത്തിലാണ് ഏറ്റവും വ്യക്തമായ സ്വപ്നങ്ങൾ കാണുന്നത്. എന്താണ് ആറിയം സ്ലീപ്പ്? നിങ്ങൾക്കറിയാമോ? ആറിയം സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പാണ്. അതായത് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുൻപും ഉറക്കം കഴിഞ്ഞാൽ സ്വപ്നം കഴിഞ്ഞ് എണീക്കുമ്പോഴും റാപ്പിഡ് ഐ മൂവ്മെന്റ് സ്ലീപ്പ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. ഇറ്റ്സ് എ യൂണീക്ക് ഹൈലി ആക്റ്റീവ് സ്റ്റേജ് ഓഫ് സ്ലീപ്പ് ക്യാരക്ടറൈസ്ഡ് ബൈ റാപ്പിഡ് ഐ മൂവ്മെന്റ്സ്. അപ്പോൾ നമ്മൾ വിവിഡായിട്ടുള്ള ഡ്രീം കാണുന്നു, ഒക്കറിങ് ഇൻ സൈക്കിൾസ് ത്രൂ ഔട്ട് ദ നൈറ്റ്. നമ്മുടെ ടോട്ടൽ സ്ലീപ്പിൻ്റെ 25% ആർ ഇ എം സ്ലീപ്പാന്ന് പറയുന്നു. ഇമോഷണൽ റെഗുലേഷനും മെമ്മറി കൺസോളിഡേഷനും ഈ ആർ ഇ എം സ്ലീപ്പ് ഉപകരിക്കുന്നുമുണ്ട്. ഇതാണ് മൂന്നാമത്തെ ഫാക്റ്റ് എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ തലച്ചോർ വളരെ സജീവമാകുന്നുണ്ട്. ഇനി നാലാമത്തേത് എന്താണ്? സ്വപ്നങ്ങൾക്ക് നിറങ്ങളുണ്ടാകാം. മിക്ക ആളുകളും നിറങ്ങളോടെയാണ് സ്വപ്നം കാണുന്നത്. എന്നാൽ ചിലർക്ക് കറുപ്പും വെളുപ്പും പോലെയും അനുഭവപ്പെടാം. നിങ്ങൾ ചിലപ്പോൾ സ്വപ്നം കാണുമ്പോൾ ഒരുപാട് അതിൽ ലയിച്ചു പോകാറില്ലേ? പെട്ടെന്ന് വീഴുന്നത് പോലെയുള്ള അനുഭവങ്ങൾ. എല്ലാവർക്കും അത് സർവ്വസാധാരണമായി തോന്നിയിരിക്കാം. പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോകുമല്ലേ? ഈ അനുഭവം പലർക്കും ഉണ്ടാകാറുണ്ട്. ഇനി ആറാമത്തെ ഫാക്റ്റ് എന്താണെന്ന് നോക്കിയാലോ? സ്വപ്നങ്ങൾ വികാരങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കും. സന്തോഷം, ഭയം, ആശങ്ക, പ്രതീക്ഷ തുടങ്ങിയ വികാരങ്ങൾ സ്വപ്നങ്ങളെ സ്വാധീനിക്കാം. പല സമയത്തും നമ്മൾ ആങ്ഷ്യസ് ആവും, ചില സമയത്ത് നമ്മൾ കോൺഷ്യസ് ആവും. പക്ഷെ നമുക്ക് ആ ഒരു സ്വീറ്റ് മൊമെൻ്റ് ഓഫ് സ്ലീപ്പ് നമുക്ക് കിട്ടാറുണ്ട് അല്ലേ? പലപ്പോഴും അത് കുറച്ച് സെക്കൻഡുകളായിരിക്കാം. ഇനി ഏഴാമത്തെ ഫാക്റ്റ്, ചില പ്രശ്നങ്ങൾക്ക് പരിഹാര ആശയങ്ങൾ സ്വപ്നത്തിൽ ലഭിച്ചിട്ടുള്ളതായി ചിലർ പറയുന്നു. ചിലപ്പോൾ നമ്മൾക്ക് ചില കാര്യങ്ങൾക്ക് സൊല്യൂഷനൊന്നും ഉണ്ടാവില്ല. ആ സമയത്ത് നല്ലൊരു ഉറക്കം കഴിഞ്ഞ് സ്വപ്നത്തിലൂടെ അതിനൊരു സൊല്യൂഷൻ കിട്ടിയെന്ന് തോന്നാറില്ലേ? ക്രിയേറ്റീവായിട്ടുള്ള ചിന്തകൾ, സൃഷ്ടിപരമായ ചിന്തകൾ ചിലപ്പോൾ ഉറക്കത്തിന് ശേഷം കൂടുതൽ വ്യക്തമായേക്കാം. എട്ടാമത്തെ ഫാക്റ്റ് കേട്ടാലോ? സ്വപ്നത്തിലെ സമയം യഥാർത്ഥ സമയത്തോട് എല്ലായ്പ്പോഴും ഒത്തുപോകണമെന്നില്ല. നമ്മളുടെ റിയാലിറ്റി, റിയൽ ടൈമിൽ ഉണ്ടല്ലോ, അതും സ്വപ്നത്തിലെ സമയവുമായി പലപ്പോഴും ഒത്തുപോകണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് സ്വപ്നത്തിൽ കുറേ സംഭവങ്ങൾ നടന്നതുപോലെ തോന്നും അല്ലേ? അത് വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നടന്നതാകാം. ഇനി ഒൻപതാമത്തെ ഫാക്റ്റ്, ആവർത്തിച്ചു വരുന്ന സ്വപ്നങ്ങൾ ചിലർക്കുണ്ട്. ചിലർ ഒരേ തരത്തിലുള്ള സ്വപ്നങ്ങൾ വീണ്ടും വീണ്ടും കാണുന്നു. ഇതൊന്നും അസാധാരണമല്ല കേട്ടോ. ഇനി പത്താമത്തെ ഫാക്റ്റ് കേട്ടാലോ? സ്വപ്നങ്ങളെക്കുറിച്ച് ശാസ്ത്രത്തിന് ഇപ്പോഴും പഠിക്കാനുള്ളത് ഏറെയുണ്ട്. എന്താണ് സ്വപ്നങ്ങളുടെ കൃത്യമായ ഉദ്ദേശ്യം എന്നും സ്വപ്നം എങ്ങനെയാണ് കാണുന്നതെന്നും ഇന്നും ഗവേഷണ വിഷയമാണ്. ഇപ്പോഴും ശാസ്ത്രജ്ഞർ സ്വപ്നത്തെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മളെല്ലാവരും സ്വപ്നം കാണുന്നവരല്ലേ? സ്വപ്നത്തിൻ്റെ മായാലോകത്ത് ഉല്ലസിച്ച് നടക്കാൻ താല്പര്യമുള്ളവരുമാണ്. ഇതിൽ
ഏത് സത്യമാണ് നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്? നിങ്ങൾക്ക് ആവർത്തിച്ച് കാണുന്ന ഒരു സ്വപ്നമുണ്ടോ? ഉണ്ടെങ്കിൽ രസകരമായ അനുഭവങ്ങൾ കമൻറ്റിൽ പങ്കുവയ്ക്കൂ. ഇത്തരത്തിലുള്ള കൂടുതൽ കൗതുകരമായ അറിവുകൾ നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ ലിസ്ണിംഗ് ടു മീ. ജിത.